എൻ്റെ പൊന്നച്ഛന്മാരെ, പൊന്നമ്മമാരെ, പൊന്നു ചേട്ടന്മാരെ, പൊന്നനിയന്മാരെ, പൊന്നു മക്കളെ, ലഹരി ഉപയോഗിക്കാതിരിക്കൂ. ലഹരി ഉപയോഗിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മുടെ ശരീരം പോകും, മനസ്സ് പോകും, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ടു പോകും. അത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുക. ആ ഒരു അവസരത്തിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ ഓരോ വ്യക്തികളും നമ്മൾ സ്വയം തീരുമാനിക്കണം. നമ്മൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങളെ വളർത്തിയത്, വലുതാക്കിയത് എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ലഹരിയുടെ പാതയിലേക്ക് നിങ്ങൾ പോകാതിരിക്കൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ എന്താ പറയണ്ടത്, നമ്മുടെ ഈ സ്വർഗം പോലത്തെ ഭൂമിയിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേക്കൊക്കെ നീങ്ങൂ. ഈ ലഹരി ഉപയോഗിച്ചിട്ട് നമ്മുടെ അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലലും പൊന്ന് മക്കളെ വെട്ടിക്കൊല്ലലും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നിത്യേന കേൾക്കുന്നതല്ലേ. ഈ ഒരു അച്ഛന്റെ വേദന എന്നറിയൂ. ഈ ഒരു അച്ഛന്റെ തേങ്ങൽ കേൾക്കൂ. ഈ ഒരു കുടുംബത്തിന്റെ തേങ്ങൽ കേൾക്കൂ. ഈ സമൂഹത്തിന്റെ തേങ്ങൽ കേൾക്കൂ. നമുക്ക് പോകാം, ഈ ഒരു അച്ഛന്റെ ഒരു ഏകാംഗ നാടകത്തിലേക്ക് പോകാം. ഈ നാടകം കണ്ടിട്ട് എൻ്റെ മാത്രമല്ല, അവിടെയുള്ള കാണികളുടെ എല്ലാം ഹൃദയം ഒന്ന് നിലക്കുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അത്രയും ഗംഭീര പെർഫോമൻസ് ചെയ്തതായിരുന്നു. ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം എൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഏകാംഗ നാടകം 150ൽ പരം സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഈ നാടകം ഒന്ന് കണ്ടു നോക്ക്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ്. ഒരുപാട് സ്റ്റേജ് ഇനിയും കവർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. അപ്പോൾ മക്കളെ, പൊന്നും ചേട്ടന്മാരെ, എല്ലാവരും ലഹരിയിൽ നിന്ന് ഒന്ന് മുക്തനാവാൻ നോക്കണം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. മോനുണ്ടാവണം. എന്റെ മോനൊക്കെ സംസാരം കേൾക്കുന്ന പോലെ എന്റെ മോനുണ്ടായി. അതൊക്കെ അറിയാം. നമ്മളെ ഡ്രൈവർ സൈജു പറഞ്ഞു ഒരു പരിപാടി വീട് ഇങ്ങോട്ട് വരുന്നുണ്ട് സ്റ്റേജിലേക്ക്. നമ്മൾ എന്താ ചെയ്യണ്ടത്? നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ടാ നോക്കുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കൂലി ഉണ്ടാകും. ഞായറാഴ്ച വീട്ടിൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ ഒരു കുടുംബം നടത്തിക്കൊണ്ടു കഷ്ടപ്പാടുകൾ എല്ലാവർക്കും അറിഞ്ഞൂടെ? പറഞ്ഞോട്ടല്ലേ, സംസാരിച്ചോട്ടെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാത്തിനും ഫസ്റ്റായി നേടുന്ന മോന. എന്ത് പരിപാടിക്ക് പങ്കെടുത്താലും സമ്മാനം ഉണ്ടാവും, വീട്ടിൽ വെച്ചില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ല? കഴിഞ്ഞ A+ എല്ലാം കിട്ടാൻ നിങ്ങളുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. കഴിഞ്ഞ കൊറോണ സമയമില്ലേ? ഇവിടെ ആർക്കൊന്നും പണിയുണ്ട, ആർക്കൊന്നും പൈസയുണ്ട. നമ്മളെ മക്കൾക്കല്ല ഓൺലൈനായി ക്ലാസ് എന്ന് പറഞ്ഞു. മോനെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞ് ഓനൊരു ഫോൺ മേടിച്ചു കൊടുക്കണം, നല്ലോണം പഠിക്കുന്ന മോനെ. ഞാൻ കൂലിപ്പണി എടുക്കുന്ന ആളാണ്. ഞാനിങ്ങനെ ആവലാന്ന് പറയുമ്പോൾ അന്നത്തെ ആർക്കും പണിയുണ്ട. ഓള് പറഞ്ഞു, നിങ്ങളെന്തിനാ ഈ ബേജാറാകുന്നു? കുടുംബശ്രീന്ന് എന്തോ പൈസയുണ്ട്, മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മക്കളെ കാര്യമില്ല, മേടിച്ചു കൊടുക്കണ്ടേ? മേടിച്ചു കൊടുത്ത് അത്തിപ്പൊട്ടിയ ഒരു ഫോണിനെ മേടിച്ചു കൊടുത്ത്, നല്ല ഫോണിനെ മേടിച്ചു കൊടുത്ത്. അന്ന് മുതൽ അവരുടെ തല കുത്തോട്ടാ എന്ന് നിർമ്മിച്ചില്ല. കളിയില്ല, ചിരിയില്ല, ഭർത്താനുമില്ല. ഇപ്പൊ എന്നെ കാണുന്ന തന്നെ ഒരു ദേഷ്യം. മിഞ്ഞാന്ന് വൈകുന്നേരം ആടിക്കഴിഞ്ഞിട്ട് അവര് വീട്ടിൽ വന്നു. ഒരു കണ്ടപാട് ദേഷ്യം വന്ന് ദേഷ്യം വന്ന് എന്തോ പറഞ്ഞുകൊണ്ട് ചോറെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പോലും ഉലക്കയില്ല, കൂട്ടാൻ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് മേടിച്ചോട്ട് ഫോണില്ലേ ഒറ്റ ഏർന്ന നിലത്തെറിഞ്ഞ് പൊട്ടിച്ചാൽ ഞാൻ രാത്രി പണിയും കഴിഞ്ഞിട്ട് ഞാൻ നേരം പോയിട്ട് വീട്ടിലെത്തിയ പാടിട്ട് കേട്ട വളർത്ത ദേഷ്യം വന്നിനെ വരുമില്ലേ? കാരണം ഞാനൊരു അടി കൊടുത്തിട്ട് തെറ്റാ. നമ്മൾ മക്കൾ നന്നാൻ വേണ്ടിട്ട് ഒരു അടി കൊടുത്തിന് തെറ്റാ. അപ്പൊ അടങ്ങ് ഇറങ്ങി പോകാറുണ്ട്. അതിനും വേണ്ടിട്ട് നമ്മൾ മക്കളെ പോറ്റുന്നത്. എന്താ ചെയ്യണ്ടേ? ഓള് കുറെ ദിവസമായി പറയുന്നു ചെക്കന്റെ പോക്ക് ശരിയില്ല, ചെക്കന്റെ കൂട്ടുകെട്ട് ശരിയില്ല, നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞു. എന്നേരത്ത് ഞാനെന്താ പറയാന്നറിയാം? ആമ്പിള്ളേരല്ലേ അങ്ങനെയല്ല ഉണ്ടാവും. അങ്ങനെ പ്രത്യേകം സമാധാനിപ്പിക്കുക. കേട്ട് മിണ്ടരുത് ആ വാക്ക്.
കീശന്ന് പൈസ പോകുമ്പോ ഓരോ ബാഗിന്ന് പൈസ പോകുമ്പോ ആളൊക്കെ വീട്ടിൽ നിന്ന് കടം പോകുമ്പോ പറഞ്ഞ് ശരിയാവും. ഇപ്പൊ നിങ്ങൾ പറയുന്നു ശരിയാവുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു കേട്ടാ. നമ്മുടെ മക്കളെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ് അതിനാ നിങ്ങള് നമ്മുടെ ഇടവഴിയിലിറങ്ങി തിരിണ്ടെന്നാ പറയുന്നു. ഞങ്ങളോട് അന്വേഷിക്കാൻ സ്ഥലമൊന്നുമില്ല. നമ്മുടെ മീൻ വെക്കുന്ന കാതർക്കിയില്ലേ, ഓർക്കണ ഒരു മോനുണ്ട് അസ്കർ, മോനെ അടുത്ത ഞങ്ങൾ ഇവിടെ മാച്ചേരിയുള്ള. ഞാൻ അന്വേഷിച്ചിട്ട് ആ വീട്ടിൽ പോയിട്ടാ വരുന്നു. ആരും എത്തി നോക്കുമ്പോ എന്താ കഥ, ആ ഉപ്പി ഉമ്മി ഒരേ കരച്ചിലാണ്. പക്ഷെങ്കിൽ ആ വീട്ടിന്റെ മോനായിട്ട് ഒരു സാധനം കെട്ട അന്റെ മോന്റെ ബാഗ്, അന്റെ മോന്റെ ഈ ബാഗ് ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ഓരില്ലാതെ എനിക്ക് നടക്കൂല. എന്താ ചെയ്യാ? ഞാൻ വിചാരിച്ചെന്നറിയാം അന്റെ മോന് തെറ്റൊന്നും പറ്റൂല അല്ലേ? നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് തെറ്റൊന്നും പറ്റൂല എന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്? ഇങ്ങനെ വിചാരിക്കേണ്ട കേട്ടാ. നമ്മളെ മക്കളെ നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ഫോണും ഒരു ഫാനും അടച്ചിട്ട മുറി ഉണ്ടാ പിന്നെ ഓർക്കൊന്നും വേണ്ടെന്നാ പറയുന്നു. എന്താ ചെയ്യാ? നമ്മളെ മക്കളിൽ പിന്നെ നമ്മളുണ്ടാ, നമ്മുടെ നാടുണ്ടാ, നമ്മുടെ രാജ്യമുണ്ടാ. നമ്മുടെ രാജ്യത്തിന്റെ നട്ടലല്ലേ നമ്മളെ കുട്ടികൾ. നമ്മുടെ കുട്ടികളിലെ പിന്നെ നമ്മളെന്തിനാ? നമ്മളൊന്ന് വാടി പോകുമ്പോ നമുക്കൊരു താങ്ങായി നിന്നിട്ട് ഒരു തുള്ളി വെള്ളം തരാൻ നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ. ഒരില്ല പിന്നെ എന്തിനാണ്? നമ്മൾ എത്രത്തോളായി അത്രയെങ്കിലും നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയിട്ട് എടുക്കണ്ടേ? അതിനുള്ള കഷ്ടപ്പാടിലാവുമ്പോൾ അങ്ങനെ പോകും. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ പുരക്കാരൻ നാണോട്ടിന്റെ മോന്റെ കാര്യം, ഓനിങ്ങനെ എഞ്ചിനീയറിംഗിൽ 10 ക്ലാസ്സിൽ പാസ്സായിട്ട് ഏതോ ഹോസ്റ്റൽ എന്തുപോലെ ഇപ്പൊ പഠിച്ചു. ആടുന്ന് പിള്ളേർ എന്തോ ആക്കിയെന്നാ പറയുന്നു, എന്തോ കൊടുത്തെന്നാ പറയുന്നത്. അന്നേരം മുതൽ പിരാന്തര നട്ടപ്പിരാന്തേ. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സഹിക്കാൻ പറ്റാതിരിക്കുന്നത്? സഹിക്കാൻ പറ്റുന്നതൊക്കെ നാണക്കേടെല്ലാം വിചാരിച്ചിട്ട് മാഷെ ഓനെയും പൂട്ടി വന്ന് റൂമിലിട്ടിട്ട് അങ്ങ് പൂട്ടി. അന്ന് രാത്രി ഒരേ ഒച്ചപ്പാടെന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഓന്റെ അമ്മ എമണിച്ച് ചായ കൊടുക്കാൻ വേണ്ടി വാതിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാം? നിരാസകൾ ഇങ്ങനെ മാന്തിപ്പൊളിച്ച് കണ്ണു തുറച്ച് ഉടുതുണിയില്ലാതെ ചോര ഒലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാ. അന്നേരം കിടന്ന ഓന്റെ അമ്മ എമണിച്ച് പിന്നെ എണീച്ചിട്ടില്ല. എന്താ ചെയ്യാ? ഞാനൊരു കാര്യം തീരുമാനിച്ചു കേട്ടോ. ഇനിയുള്ള എന്റെ ജമ്മ ഉണ്ടല്ല, ഇനി നിങ്ങളെല്ലാം മക്കളാണെങ്കിൽ കൂടി അവർക്കുള്ള ഒരു കാവലാളി ഉണ്ടാവും കേട്ടാ. ഉണ്ടാവും. കുറ്റിക്കാട്ടിൽ ഈ പുഴുവരിക്കാത്ത നമ്മളെ ഈ മരത്തിന്റെ കൊമ്പിൽ തുണി ആടാത്ത ഈ പുഴയിലൊന്നും അഴുകാത്ത ഒരു തലമുറ നമുക്ക് വേണ്ടേ? നിങ്ങളെല്ലാവരും എന്റെ കൂടി ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ആർക്കും കുരിയാട്ടില്ലേ? നിങ്ങൾ ഉറക്കെ നിങ്ങളെല്ലാവരും എന്റെ കൂടി ഉണ്ടാവില്ലേ? അത് മാത്രം കേട്ടാ മതി കേട്ടാ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നുണ്ടല്ലോ ഈ കാട്ടുകള്ളന്മാരെ ഈ നാട്ടിൽ നിന്ന് തുരത്താൻ പറ്റും നമുക്ക്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം. അതൊക്കെ എന്റെ ബോധമാണ്. അന്റെ കോളേജ് അതൊക്കെ നീ വെക്കുന്നത് ഒരൊറ്റ നിങ്ങളെ പരിപാടി കൊള്ളാക്കാൻ വേണ്ടി വന്നല്ല. ഞാനൊന്ന് അപ്പുറം ചക്കരക്കലും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്താ ചെയ്യാ? ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഒരുപാട് പ്രോഗ്രാം പിന്നെയും ഉണ്ട്, ഒരുപാട് കലാപരിപാടികളുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്തിട്ടിടാൻ പറ്റില്ല, യൂട്യൂബിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് പാട്ടൊന്നും എടുത്തിട്ടില്ല. അതുപോലെ കുറേ കൊച്ചുകുട്ടികളും ചേച്ചിമാരും അമ്മമാരും എല്ലാം കൂടിയുള്ള ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. തിരുവാതിരയും അങ്ങനെ ഡാൻസ് കലാപരിപാടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഗാനമേള ഒത്തിരി ഉണ്ടായിരുന്നു. ഈ ഒരു അച്ഛന്റെ തേങ്ങൽ കണ്ടില്ലേ, ഈ കുടുംബത്തിന്റെ തേങ്ങൽ കണ്ടില്ലേ, നമ്മളെ സമൂഹത്തിന്റെ തേങ്ങൽ കണ്ടില്ലേ, ഈ ഒരു ഏകാംഗ നാടകം സൂപ്പർ ആയിട്ടില്ലേ അല്ലെ? അപ്പോ ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ 15ാം വാർഷികത്തോട് കൂടി നടന്ന ഈ ഏകാംഗ നാടകം വൻ വിജയമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരുപാട് സ്റ്റേജ് ഇവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോ എല്ലാവരും സ്വയം ഒന്ന് ആലോചിക്കുക. ലഹരി ഉപയോഗിച്ചിട്ട് എന്താണ് കിട്ടുന്നത്, നമ്മൾ എവിടെയാണ് എത്തുന്നത് എന്ന് ആലോചിക്കുക. ജനസംസ്കൃതി സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥാലയത്തിന് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരുടെയും മനസ്സ് നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു.